Hi my dear students, I am Rihanna here. Today in Mechanics of Solids we are going to study about shear force and bending moment diagram of a cantilever beam with UDL, uniformly distributed load. Carry ചെയ്യുന്ന ഒരു cantilever ബീമിൻ്റെ shear force ഡയഗ്രാമും bending moment ഡയഗ്രാമും എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A cantilever of length 2 meter carries a uniformly distributed load of 1 kilonewton per meter over a length of 1.5 meter from the free end. Draw the Sfd and Bmd for the cantilever. അപ്പോൾ നമുക്കിവിടെ എ ബി എന്ന് പറയുന്ന ഒരു കാൻറ്റിലിവർ ബീം തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 1 കിലോന്യൂട്ടൺ പെർ മീറ്റർ ഉള്ള ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസിലാണ്? ഒരു പെർട്ടിക്കുലർ റണ്ണിലാണ് അത് ആക്ട് ചെയ്യുന്നത്. സി ബി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റണ്ണിൽ 1.5 മീറ്റർ ഫ്രീ എൻഡിൽ നിന്ന്, നമ്മുടെ ബി ആണ് ഫ്രീ എൻഡ്, ആ ഫ്രീ എൻഡിൽ നിന്ന് ഒരു 1.5 മീറ്റർ മാറി ആ 1.5 മീറ്റർ ദൂരത്തിലേക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 1 കിലോന്യൂട്ടൺ പെർ മീറ്റർ മാഗ്നിറ്റ്യൂഡുള്ള ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അഥവാ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 1.5 മീറ്റർ ഉള്ള പോയിൻറ്റിന്, ബിയിൽ നിന്ന് 1.5 മീറ്റർ ഉള്ള പോയിന്റ് വരെയാണ്, ആ പോയിന്റിനെ നമുക്ക് സി എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമ്മുടെ യു ഡി എൽ ആക്ട് ചെയ്യുന്നത് സി ബി എന്ന് പറയുന്ന സെക്ഷന് എക്രോസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന കാൻറ്റിലിവർ ബീം എ ബി എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ ലെങ്ത് 2 മീറ്റർ ആണുള്ളത്. അതിൽ 1.5 മീറ്റർ ഫ്രീ എൻഡിൽ നിന്ന് മാറി അത്രയും ദൂരത്തേക്ക് നമുക്കൊരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട് 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ആ 1.5 മീറ്റർ മാറുന്ന പോയിന്റിനെ നമ്മൾ സി എന്ന് നൊട്ടേറ്റ് ചെയ്തു. ആ ഡിസ്റ്റൻസ് നമുക്കറിയാം 1.5 മീറ്റർ. അപ്പോൾ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട് 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യു ഡി എൽ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഫിക്സഡ് എൻഡ്, ബി എന്ന് പറയുന്ന ഫ്രീ എൻഡ്, ഇതിനിടയ്ക്ക് നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റ് സി വരേക്കുമാണ് നമ്മുടെ യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഓരോ പോയിന്റിലും ഉള്ള ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം, if you are considering a section x at a distance from free end, ഫ്രീ എൻഡിൽ നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും എക്സ് എന്നൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എക്സിൻ്റെയും നമ്മുടെ ഫ്രീ എൻഡിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എക്സ് ആണെന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ ബിയിൽ വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ബിയിൽ തന്നെ കൺസിഡർ ചെയ്യാം, സിയിൽ കൺസിഡർ ചെയ്യാം, എയിൽ കൺസിഡർ ചെയ്യാം. ഇതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലേ? എങ്ങനെയാണെങ്കിലും ആ പെർട്ടിക്കുലർ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് എന്ന് പറയുന്ന സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബ്ല്യു എക്സ് ആയിരിക്കും. നമുക്ക് സെക്ഷൻ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൺസിഡർ ചെയ്യാം. ബി എന്ന പോയിന്റിലോ സി എന്ന പോയിന്റിലോ എ എന്ന പോയിന്റിലോ ഇതിനിടയ്ക്കുള്ള പോയിന്റ്സിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? അവിടെ ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ്, വേർ ഡബ്ല്യു ഈസ് ദ യു ഡി എൽ പെർ മീറ്റർ റൺ, അല്ലേ? അപ്പോൾ നമുക്ക് എഫ് എക്സ് നോക്കാം. അപ്പോൾ നമുക്കിനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. ഏതൊക്കെ പോയിന്റിൽ? എ ബി സി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് നമുക്ക് വേണം. അപ്പോൾ സാധാരണയായി നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എടുക്കുന്നത് എന്താണ്? നമ്മുടെ ലോഡ് ക്യാരി ചെയ്യുന്ന ആ പോർഷൻ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യും, അല്ലേ? സോ കൺസിഡർ എ സെക്ഷൻ എക്സ് at a distance x from our free end. ഇവിടുത്തെ ഫ്രീ എൻഡ് ഏതാ? ബി ആണ്, അല്ലേ? നമുക്കിതിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും ഒരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മുടെ ലെങ്ത് സി ബിക്ക് എക്രോസ് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിയുടെയും ബിയുടെയും ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്കൊരു സെക്ഷൻ എക്സിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സ് ഫ്രീ എൻഡിൽ തന്നെ ആണെന്ന് വിചാരിക്കുക. അറ്റ് ബിയിൽ തന്നെ നമ്മൾ എക്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് എക്സ് ഇസ് ഇക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ്. ഏത് പോർഷനിൽ കൺസിഡർ ചെയ്താലും മാഗ്നിറ്റ്യൂഡ് ഫോർ ദ ഷിയർ ഫോഴ്സ് ഈസ് ഇക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ്. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസിഡർ ചെയ്തതെന്ന് വെക്കുക. അവിടെ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സിന് ഡിസ്റ്റൻസ് വല്ലതും ഉണ്ടോ? ഫ്രീ എൻഡിലില്ല, 0 ആണ്. സോ എഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് എക്സ് ഇസ് ഇക്വൽ ടു ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്കറിയാം 1 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു 0.
വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ബി എന്ന പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കുക. സി എന്ന പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കുക. അറ്റ് സി എക്സ് ഈസ് ഈക്വൽ ടു സിയിലാണ് നമ്മൾ എക്സ് എന്ന സെക്ഷൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പോൾ വേർ എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഫ്രീ എൻഡ് ടു എക്സ് അല്ലേ. ഈ ഡിസ്റ്റൻസ് എത്ര 1.5 ആണെന്ന് നമുക്കറിയാം. therefore fx is equal to wx ആണ്. wൻ്റെ വാല്യൂ 1 kN/m into 1.5 which is equal to 1.5 kN. ഇനി നമുക്കറിയാം ഈ ഇത്രയും പോർഷനിലെ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി പോർഷൻ അതുപോലെ നിലനിൽക്കുകയാണ്. സോ അവിടെ ലോഡ് യു ഡി എൽ ആക്ട് ചെയ്യുന്നില്ല. സോ ഇവിടേക്ക് ക്യാരി ഓവർ ചെയ്യുന്ന ഇവിടേക്ക് ഉള്ള നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷനുള്ള ഇവിടുന്ന് എത്ര ഷിയർ ഫോഴ്സ് ഉണ്ടോ ആ ഷിയർ ഫോഴ്സ് ഈ പോയിന്റ് വരേക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യും. സോ എഫ് എയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1.5 kN ആയിരിക്കും. സോ അപ്പം നമുക്ക് 3 പോയിന്റിലെ ലോഡ് കിട്ടി. എഫ് ബി 0, എഫ് എ 1.5 ആൻഡ് എഫ് സി 1.5. ഓക്കെ, നമ്മൾ സെക്ഷൻ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ എല്ലാം 3 പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. അപ്പം നമുക്കിനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്തേ, നമ്മുടെ ബേസ് ലൈൻ എ ബി എന്ന് പറയുന്ന ബേസ് ലൈൻ വരച്ചു. അതിനകത്ത് സി എന്ന പോയിന്റ് 1.5 മീറ്റർ ഡിസ്റ്റൻസ് മാറി നമ്മൾ മാർക്ക് ചെയ്തു ഫ്രീ എൻഡിൽ നിന്ന്. ഇനി നമുക്ക് ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കാം. എഫ് ബി എന്ന പോയിന്റിൽ 0 ആണ് അല്ലേ, 0 മാഗ്നിറ്റ്യൂഡാണ് അവിടെ ഉള്ളത്. എഫ് സി എന്ന പോയിന്റിലോ 1.5 kN ആണ് ഉള്ളത് അല്ലേ. പോസിറ്റീവ് വാല്യൂ ആയത് കാരണമാണ് നമ്മൾ ബേസ് ലൈനിന് അപ്പറിലേക്ക് മാർക്ക് ചെയ്യുന്നത്. എയിലോ സിമിലർലി 1.5 kN തന്നെയാണുള്ളത് അല്ലേ. ഇനി ഈ 3 പോയിന്റ്സിനെ കൊണ്ട് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ യോജിപ്പിക്കാം. നമ്മൾ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പരസ്പരം യോജിപ്പിച്ചു. നമുക്കപ്പോൾ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടി. അതിനെ നമ്മൾ ഹാച്ച് ചെയ്തു അല്ലേ. ഇവിടെ ഞാൻ സി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പുതിയ പോയിന്റ് നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം, ഈ പോയിന്റിനെ ഇ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെ കിട്ടി. ആദ്യം നമ്മൾ ബേസ് ലൈൻ വരച്ചു, എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ലൈൻ വരച്ചു. ബി എന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്, അതവിടെ മാർക്ക് ചെയ്തു. സി എന്ന പോയിന്റിൽ 1.5 kN ആണ് മാഗ്നിറ്റ്യൂഡ്, അത് മാർക്ക് ചെയ്തു. എ സി എന്ന് പറയുന്ന പോയിന്റിൽ 1.5 കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ എയിലും 1.5 മാർക്ക് ചെയ്തു, പാരലൽ ലൈൻ യോജിപ്പിച്ചു. 3 പോയിന്റ്സ് കൂടെ യോജിപ്പിച്ചു. നമുക്ക് ഈ ഷേപ്പിലെ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടി, അത് നമ്മൾ ഹാച്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എനി സെക്ഷൻ ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ഡി, സിയുടെയും ഡിയുടെ ഇടയ്ക്ക് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫ്രീ എൻഡ് ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ആക്ട് ചെയ്യുന്ന ലോഡ് 1 kN/m. ലോഡെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ യു ഡി എൽ ആക്ട് ചെയ്യുന്ന യു ഡി എല്ലിനെ നമ്മൾ ആദ്യം പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. യു ഡി എല്ലിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഡി എൽ എത്ര മീറ്റർ ലെങ്തിലാണോ ആക്ട് ചെയ്യുന്നത് അത്രയും ലെങ്ത് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ W kN/m ആണ് നമ്മുടെ യു ഡി എൽ എങ്കിൽ അതിനെ പോയിന്റ് ലോഡ് ആക്കണമെങ്കിൽ എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡെന്ന് പറയുന്നത് 1 kN/m ആണ് നമ്മുടെ യു ഡി എൽ എന്ന് പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കണമെങ്കിൽ W 1 kN/m ഇൻറ്റു എത്ര ലെങ്തിലാണ് ആക്ട് ചെയ്യുന്നത്? 1.5 മീറ്ററിലാണ്. എപ്പോഴും ഇത് ഓർത്തിരിക്കുക, യു ഡി എല്ലിനെ പോയിന്റ് ലോഡ് ആക്കാൻ ഇൻറ്റു പെർ മീറ്റർ ലെങ്ത് ചെയ്താൽ മതി. സോ ഈ ഡബ്ല്യുവിനെ നമുക്ക് പോയിന്റ് ലോഡ് ആക്കണമെങ്കിൽ W വിൽ ബി ഈക്വൽ ടു
1.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ കൺസിഡറേഷൻ അതല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട മൊമെൻ്റാണ്. അപ്പോൾ മൊമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ സി എന്നും ബി എന്നും പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന് ഇടയ്ക്ക്, ആ ഒരു ലെങ്ത്തിന് ഇടയ്ക്കാണ് നമ്മുടെ യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. ആ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്ന ലെങ്ത്തിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എക്സ് എന്നൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം, അല്ലേ? നമ്മളിതിനിടയ്ക്ക് എക്സ് എന്നൊരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച പോലെ ആ എക്സ് ബിയിലാവാം, സിയിലാവാം, എവിടെ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എക്സ് ഫ്രം ഫ്രീ എൻഡ് ബി എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും എന്നാണ് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുള്ളത്. ബെൻഡിങ് മൊമെൻറ്റ് എം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ്. ഡബ്ല്യു എക്സ് എന്ന് പറയുന്നത് യു ഡി എല്ലിനെ നമ്മൾ പോയിന്റിലോടാക്കി ഇൻറ്റു ആ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കും, ഇൻറ്റു എക്സ് ബൈ ടു. സോ എം എക്സിനെ നമുക്ക് മൈനസ് ഡബ്ല്യു എക്സ് യു ഡി എല്ലിനെ പോയിന്റിലോടാക്കി ഇൻറ്റു ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലായിരിക്കും യു ഡി എൽ ആക്ട് ചെയ്യുന്നത്? ടോട്ടൽ ലെങ്തിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിൽ. ടോട്ടൽ ലെങ്ത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2. സോ മൈനസ് ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 2. സോ എം എക്സ് ക്യാൻ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് എഴുതാം, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ സെക്ഷൻ, ഇഫ് വി ആർ കൺസിഡറിങ് പോയിൻറ്റ് അറ്റ് ബി എന്ന് പറയുന്ന ഫ്രീ എൻഡിലാണെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണല്ലേ. ദെയർഫോർ ബിയിലുള്ള മൊമെൻറ്റ് എം ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 0. നൗ വി ആർ കൺസിഡറിങ് ദ സെക്ഷൻ എക്സ് അറ്റ് എ. അറ്റ് എയിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു, സോറി എയിലല്ല സിയിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1.5 meter, അല്ലേ? So therefore the moment at C is equal to minus into W into 1.5 square divided by 2, which we will obtain as minus 1.125 kilonewton meter. ഓക്കെ, അപ്പം നമ്മൾ ബിയിലെ മൊമെൻറ്റ് കണ്ടുപിടിച്ചു, സിയിലെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എവിടുത്തെ മൊമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്? എയിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. എയിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എയ്ക്കും സിക്കും ഇടയ്ക്ക് എക്സ് എന്നൊരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എക്സ് ഫ്രം ബി. ബി എന്ന് പറയുന്ന ഫ്രീ എൻഡിൽ നിന്ന് എയ്ക്കും സിക്കും ഇടയ്ക്ക് ഒരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിച്ച് വിറ്റ് ബി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിയിൽ നിന്നും ഒരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ എയിലെയുള്ള മൊമെൻറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി എ എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. എ എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വി ആർ കൺസിഡറിങ് എ സെക്ഷൻ എക്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ബി. ബിയിൽ നിന്ന് സ്മോൾ ലെറ്റർ എക്സ് മാറ്റി നമ്മൾ എയ്ക്കും സിക്കും ഇടയ്ക്കായിട്ട് ഒരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്തു. നമ്മൾ ആദ്യമേ ഞാൻ പ്രോബ്ലം തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ലോഡ് യു ഡി എല്ലിന് നമ്മൾ പോയിന്റ് ലോഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? യു ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈഡ് ബൈ യു ഡി എൽ ആക്ട് ചെയ്യുന്ന ലെങ്ത്. യു ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 കിലോ ന്യൂട്ടൺ ഇൻറ്റു ആക്ട് ചെയ്യുന്ന ലെങ്ത് 1.5. സോ ടോട്ടൽ ലോഡ് ഡബ്ല്യു ഡ്യൂ ടു യു ഡി എൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് 1.5 കിലോ ന്യൂട്ടൺ. ഇനി നമുക്കറിയാം ഈ 1.5 കിലോ ന്യൂട്ടൺ ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x by 2. If x is the distance in between the section x and free end b. Free end b യുടെ സെക്ഷൻ എക്സിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എക്സ് സ്മോൾ ലെറ്റർ എക്സ് ആണ് എങ്കിൽ ദിസ് ലോഡ് 1.5 കിലോ ന്യൂട്ടൺ ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ബൈ 2 ഫ്രം ദ ഫ്രീ എൻഡ് ഓഫ് ദ ബീം ആയിരിക്കും, അല്ലേ? അതറിയാമല്ലോ. ഇവിടെ അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 1.5 ആണ്. സോ അപ്പോൾ നമുക്ക് this load 1.5 kilonewton is acting at a distance of 1.5 by 2 from the free end. ഫ്രീ എൻഡിൽ നിന്നാണെങ്കിൽ 1.5 by 2 ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അല്ല എയിൽ നിന്നോ സിയിൽ നിന്നോ ആണെങ്കിലോ എക്സ് മൈനസ് 1.5 by 2 ആയിരിക്കും, അല്ലേ? ദാറ്റ് ഈസ് എക്സ് മൈനസ് 1.5 by 2 എത്ര? 0.75. എക്സ് മൈനസ് 0.75 ആയിരിക്കും.
അപ്പോൾ ഈ ലോഡ് 1.5 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് മൂലമുള്ള മൊമെൻറ്റ് in between points A and C, we can calculate it as mx or ma is equal to 1.5 into x minus 1.5 by 2, അതായത് x minus 0.75. So mx ma അല്ല mx മിസ്റ്റേക്ക് പറ്റിയതാണ്. mx is equal to load due to UDL അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 കിലോ ന്യൂട്ടൺ ഇൻറ്റു എക്സ് മൈനസ് 1.5 ഡിവൈഡഡ് ബൈ 2 ഫ്രീ എൻഡിൽ നിന്നാണെങ്കിൽ, സോറി എയിൽ നിന്നോ സിയിൽ നിന്നോ ആണെങ്കിൽ. ഫ്രീ എൻഡിൽ നിന്നാണെങ്കിലോ 1.5 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. നമ്മളപ്പോൾ ഇവിടെ എയിൽ നിന്നോ സിയിൽ നിന്നോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എയിൽ നിന്നുള്ള മൊമെൻ്റ് ആണ് അറിയേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ moment due to this particular load 1.5 kilonewton is obtained as load due to this UDL, that is 1.5 kilonewton into x minus 1.5 divided by 2, that is x minus 0.75. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഇനി ഏതൊക്കെ പോയിന്റിൽ സിയിലാണോ അതോ എയിലാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് അറ്റ് എനി പർട്ടിക്കുലർ സെക്ഷൻ in between A and C will be obtained as the load due to this UDL into x minus 0.75 distance ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക, ഇഫ് യു ആർ കൺസിഡറിങ് ദ സെക്ഷൻ അറ്റ് സി എന്ന പോയിന്റിലാണ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കുക. സിയിലാവുമ്പോൾ എക്സ് ഡിസ്റ്റൻസ് എത്ര ആവും? 1.5 മീറ്റർ ആവും അല്ലേ. ദെർഫോർ സിയിലെ മൊമെൻറ്റ് എം സി ഈസ് ഈക്വൽ ടു മൈനസ് 1.5 ഇൻറ്റു എക്സ് ഇവിടെ എത്ര? 1.5 മീറ്റർ മൈനസ് 0.75 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1.5 ഇൻറ്റു 0.75 ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1.125 കിലോ ന്യൂട്ടൺ മീറ്റർ വിച്ച് ഇസ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. ബട്ട് ഈ കണ്ടീഷനിലും സി നമ്മൾ എടുത്തു. ഇനി ഇഫ് യു ആർ കൺസിഡറിങ് ദ സെക്ഷൻ അറ്റ് എ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സിൻ്റെ വാല്യൂ എത്ര ആവും? 2 മീറ്റർ ആവും അല്ലേ. ടോട്ടൽ 2 ആണെന്ന് നമുക്കറിയാം. ദെർഫോർ മൊമെൻറ്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു മൈനസ് 1.5 എന്ന് പറയുന്നത് ലോഡ് ഡ്യൂ ടു UDL ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ് ഇവിടെ 2 ആണ്. 2 മൈനസ് 0.75 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1.5 ഇൻറ്റു 0.25 ദറ്റ് ഇസ് ഈക്വൽ ടു minus 1.5 into 1.25 which is equal to 1.875 minus 1.875 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ അപ്പം നമ്മൾ എയിലെയും ബിയിലെയും സിയിലെയും ബെൻഡിങ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് 3 പോയിന്റിലെയും എയിലെയും ബിയിലെയും സിയിലെയും ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മുടെ ബേസ് ലൈൻ എ ബി നമ്മൾ വരച്ചു അല്ലേ. ഇവിടെ മൊമെൻറ്റിൻ്റെ വാല്യൂസ് എല്ലാം നെഗറ്റീവാണ്. സോ ബേസ് ലൈനിൻ്റെ താഴേക്കാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്രീ എൻ്റെ ഏതാണ്? ബി എന്ന പോയിന്റിലെ മൊമെൻ്റ് ഉണ്ടോ? ഇല്ല, അവിടെ 0 ആണ്. അടുത്തത് എ എന്ന പോയിന്റിൻ്റെ നോക്കാം. മൈനസ് 1.875 താഴേക്ക് മാറി മൈനസ് 1.875. സി എന്ന പോയിന്റിലാണെങ്കിലോ അതിലും കുറച്ചുകൂടെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. ദാറ്റ് ഈസ് മൈനസ് 1.125. അപ്പം നമുക്ക് ഈ 3 പോയിൻറ്റ്സ് കിട്ടി. ഇനി ഈ 3 പോയിൻറ്റ്സിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് പാരാബോളിക് നേച്ചറുള്ള ഒരു ഡയഗ്രാം ഓക്കെ. നമുക്കിപ്പോൾ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി ഹാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് വെച്ച് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ.
താങ്ക് യു.